എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാടായ ആലപ്പുഴയിലാണ്, നമ്മുടെ പുന്നമടയിലാണ്. അപ്പോൾ നമുക്ക് ആലപ്പുഴക്കാർക്ക് ഇവിടെ ഡിസംബർ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഫെസ്റ്റിവൽ ടൈമാണ്. ആലപ്പുഴ ബീച്ച് ഫെസ്റ്റിവൽ, ഇവിടെ മുല്ലക്കൽ ക്ഷേത്രത്തിൽ ചിറപ്പ്, അതുകൂടാതെ തന്നെ കിടങ്ങാമ്പറമ്പ് അമ്പലത്തിലെ ചിറപ്പ്, അങ്ങനെ 2 ചിറപ്പുകളാണ് നമുക്ക് ആലപ്പുഴക്കാർക്കുള്ളത്. ഈ വരുന്ന 26-ാം തീയതി വരെയാണ് ഈ ചിറപ്പ് ഉത്സവം നടക്കുന്നത്. 10 ദിവസത്തെ ചിറപ്പ് ആണ് മുല്ലക്കൽ ചിറപ്പ് നടക്കുന്നത്. അതുകൂടാതെ തന്നെ ഇപ്രാവശ്യം ആലപ്പുഴ ബീച്ചിലും അതിമനോഹരമായ അറേഞ്ച്മെൻറ്റ്സ് ആണ് അവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫിഷിൻ്റെ മറൈൻ എക്സ്പോ വരുന്നുണ്ട്. ആലപ്പുഴ ഹൗസ് ബോട്ടിൽ വരുന്നവർക്കാണെങ്കിലും ഒരു നൈറ്റ് സ്റ്റേ ചെയ്യുന്നവർക്കാണെങ്കിലും വൈകുന്നേരം 5:30 കഴിഞ്ഞ് ബോട്ട് അടുപ്പിക്കുന്ന സമയത്ത് നമുക്ക് നേരെ ആലപ്പുഴ ബീച്ചിലൊക്കെ പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് നല്ല വെറൈറ്റി, കുട്ടികൾക്കാണെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് വെറൈറ്റി ഐറ്റംസൊക്കെയാണ് പ്രാവശ്യം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്നുള്ള കാഴ്ചകളെല്ലാം കാണാം. അപ്പോൾ ആലപ്പുഴ വരുന്നവർ തീർച്ചയായിട്ടും ആലപ്പുഴ ബീച്ച് കാണുക. നമ്മുടെ ഇവിടുത്തെ ഫെസ്റ്റിവലെല്ലാം നല്ല രസമാണ്. ആലപ്പുഴ മുല്ലക്കൽ ചിറപ്പും കിടങ്ങാമ്പറമ്പ് ചിറപ്പും. തീർച്ചയായിട്ടും ആലപ്പുഴയിൽ വരുന്ന ആൾക്കാരെല്ലാം ഇത് കണ്ട് ആസ്വദിച്ച് പോവുക. പ്രത്യേകിച്ച് ബീച്ചാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. തീർച്ചയായും ബീച്ചിലെല്ലാം എല്ലാവരും ഒന്ന് അടിച്ചു പൊളിച്ച് പോകാനുള്ള എല്ലാവിധ അറേഞ്ച്മെൻറ്റ്സാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കൂടി ഒന്ന് അയയ്ക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ അയക്കുമ്പോഴാണ് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് കൂടുതൽ പ്രചോദനം ഉണ്ടാകുന്നത്. നിങ്ങളുടെ സപ്പോർട്ടുകളും കൂടെ ഉണ്ടാകണം. ഇതുവരെ എല്ലാവരും നല്ല രീതിയിലാണ് നമ്മളോട് സപ്പോർട്ട് ചെയ്തിരുന്നത്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകൾ അതേപോലെ തന്നെ നൽകുക. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ഒന്ന് പങ്കുവെക്കുക. ഈ കാണുന്നതാണ് കിടങ്ങാമ്പറമ്പ് ക്ഷേത്രം. ഇവിടുത്തെ മഹോത്സവവും കൂടെയാണ് നടക്കുന്നത്. ഇവിടുത്തെ അമ്പലത്തിലെ വിശേഷങ്ങളും ഇവിടുത്തെ കാഴ്ചകളെല്ലാം നമുക്കൊന്ന് കാണാം. നാളത്തെ അന്നദാനം സമർപ്പിക്കുന്നത് പ്രവീൺ. വൈകുന്നേരമായി കഴിഞ്ഞാൽ ഒരുപാട് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അശ്വിൻ അജേഷ്, രാജാ നിവാസ്, മട്ടാഞ്ചേരി.
ഐസ്ക്രീം, ചോക്ലേറ്റ് ഐസ്ക്രീം, ഏലക്ക ഐസ്ക്രീം, ചിക്കു ഐസ്ക്രീം. ഐസ്ക്രീം രണ്ട് കുട്ടികൾക്ക് ഒരു ടിക്കറ്റ് കൊടുക്കും, 3 ടിക്കറ്റ്. ഇനി ആരെങ്കിലും ഉണ്ടോ? ആ കൊച്ചുകുട്ടികളുമെല്ലാം മുകളിൽ ഇരുന്ന് കാണാൻ സ്നേഹസമ്പന്നയായ ഭാര്യയോട് അരുമയ കരിപ്പെട്ടി എന്നത് കരിമ്പിൽ നിന്നുണ്ടാക്കുന്ന ശർക്കരയോ പഞ്ചസാരയോ പോലെയല്ല.
കരിമ്പനയിൽ നിന്നുണ്ടാക്കുന്നതാണ്. കരിമ്പനയുടെ കുല ചെത്തുന്നതിന് മുമ്പ് ആ കുലയ്ക്ക് ചുറ്റിലും ചുണ്ണാമ്പ് തേക്കും. പിന്നീട് ഊറി വരുന്നതിനെ അക്കാനി എന്ന് പറയും. അക്കാനി വറ്റിച്ച് മാതാളി നമുക്കിനി ആലപ്പുഴ ബീച്ചിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അവിടെയൊക്കെ എന്തൊക്കെ റൈഡ് കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് കാണാം. വൈകുന്നേര സമയങ്ങളിലൊക്കെ ഭയങ്കര രസമാണ് അവിടെ കാണാനായിട്ട്. എല്ലാം ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം നല്ല അറേഞ്ച്മെൻറ്റ്സ് ആണ്. തീർച്ചയായിട്ടും ആലപ്പുഴ വരുന്നവർ ബീച്ച് കാണാതെ പോകരുത്. നല്ല ഭംഗിയാണ് വൈകുന്നേര സമയങ്ങളിലൊക്കെ. കുട്ടികൾക്കൊക്കെ ഒരുപാടുള്ള എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഐറ്റംസ് എല്ലാം റൈഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കാണാം, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. റെയിലിനൊക്കെ കയറാനായിട്ട് എല്ലാത്തിനും ചാർജുണ്ട്. 80 രൂപ, 100 രൂപ, 60 രൂപ, അങ്ങനെയൊക്കെയാണ് ഒരു റൈഡിൻ്റെ ചാർജ് അവർ വെച്ചിരിക്കുന്നത്. കുട്ടികൾക്കാണേലും ശരി, വലിയവർക്കാണേലും. കുട്ടികൾക്ക് അങ്ങനെ കൺസിഡറേഷൻ ഒന്നുമില്ല. എല്ലാവർക്കും ഒരേ ചാർജ് തന്നെയാണ് അവർ ഈടാക്കുന്നത്. എന്തായാലും വൈകുന്നേരത്തെ സമയങ്ങളിൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാം. അടിപൊളി ആയിട്ടാണ് ആലപ്പുഴ ബീച്ച് എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്.